പിള്ളേർക്ക് ഇത് ഇതുപോലുള്ള ഓപ്പൺ സ്പേസ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. തുള്ളി മറിയാനൊക്കെ ഭയങ്കര രസമാണ് അവർക്ക്. ഇവർക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷം വരുമ്പോൾ ചെയ്യുന്ന സ്ഥിരം കാര്യങ്ങളാണ്. ഒന്ന്, ഇങ്ങനെ നമുക്ക് ചുറ്റും ഓടി തുള്ളി നടക്കും. രണ്ടാമത് നമ്മൾ ഇങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടേയിരിക്കും. മൂന്നാമത്തത് ഒരു ഗുണ്ടാ മോഡാണ്. ഞാൻ നിങ്ങളെ എന്തും ചെയ്യും, നുള്ളും പിച്ചും അലറും, പറയുന്ന കേൾക്കാതിരിക്കും, എനിക്ക് അതിനുള്ള റൈറ്റും ഫ്രീഡവും നിങ്ങളിലുണ്ട് എന്നുള്ളൊരു മട്ടിൽ. അതുപോലെ ഭയങ്കര സന്തോഷത്തിലിരിക്കുമ്പോൾ നമ്മൾ പറയുന്നതൊന്നും കേൾക്കത്തില്ലേ, എന്ത് പറഞ്ഞാലും അതിന് ഓപ്പോസിറ്റേ ചെയ്യൂ. സേഫ് ആണെന്ന് തോന്നുന്നവരുടെ അടുത്തല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാനും പറ്റത്തുള്ളൂ. അവരുടെ ആ ഒരു സമയത്തുള്ള ഒരു മൈൻഡ് സെറ്റ് എന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്താണ് ഇരിക്കുന്നത്, എനിക്ക് എന്തും ചെയ്യാനുള്ള ഫ്രീഡം നിങ്ങളിലുണ്ട് എന്നൊക്കെ ആയിരിക്കും. ഇതിന്റെ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ വന്ന് നുള്ളുക പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ആൾക്കും അത് ചെയ്യണം. അത് നമ്മൾ ഡിനൈ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര വിഷമവും ആവും. അങ്ങനെ ഞങ്ങൾ ഹാർബർ ബ്രിഡ്ജിന്റെ പരിസരത്തൂടെയൊക്കെ ഇങ്ങനെ നടക്കുവാണേ. ബ്രിഡ്ജിന് താഴെ ഇങ്ങനെ ഇരുന്ന് റിലാക്സ് ചെയ്യാനും കിഡ്സ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഓപ്പറ ഹൗസിന്റെ ബ്യൂട്ടിഫുൾ വ്യൂ കണ്ട് ആസ്വദിക്കാം. ഷിപ്സും ബോട്ട്സും പോകുന്നതൊക്കെ. പോകുന്ന വഴിക്ക് ഇതുപോലെ 10 ഷോപ്പിംഗ്സ് ഒക്കെ ഉണ്ട്. ഹാൻഡ് മെയ്ഡ് ഐറ്റംസും പെയിന്റിങ്സും സ്ട്രീറ്റ് ഫുഡും ഉണ്ട്. ഈസ്തറ്റിക്കലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഷോപ്പ് ആണെങ്കിലും അതിൽ ഐറ്റംസ് ഒക്കെ ആണെങ്കിലും അറേഞ്ച് ചെയ്തേക്കുന്നത്. ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച് നമ്മളെ പിടിച്ച് നിർത്താനും ശ്രമിക്കുന്നുണ്ട്. ഒരു അപ്പച്ചൻ നിന്ന് ഐസ്ക്രീം എൻജോയ് ചെയ്യുന്നു. ചെസ് ഒക്കെ വെച്ചേക്കുന്നു. ഞാൻ ഓർത്തു ഈ പിള്ളേര് ചുമ്മാ പെറുക്കി വെക്കുന്നതാണെന്ന്. ബട്ട് അല്ല, കറക്റ്റ് ആയിട്ട് വെക്കുവാണ്. ചെസ് ഇന്ത്യക്കാർ കണ്ടുപിടിച്ചതാണെന്ന് ഓർത്തപ്പോൾ ഞാൻ അഭിമാന ദൃംഗ പുളകിതനായി.